ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് പൾസർ ഫാമിലിയിലെ NS സീരീസിലെ ഏറ്റവും പവർഫുള്ളായിട്ടുള്ള NS400ൻ്റെ ഡീറ്റെയിൽ റിവ്യൂ ആണ്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ആദ്യം ലുക്സിൽ നിന്ന് തന്നെ തുടങ്ങാം. ലുക്സിൻ്റെ കാര്യം പറയാനാണെങ്കിൽ എനിക്ക് കുറച്ച് നെഗറ്റീവ് ഫീലാണ് ഇതിലുള്ളത്. കാരണം ഒരു 400cc ബൈക്കിന് കുറച്ചും കൂടി ഒരു ഭീകരത കൊടുക്കാൻ തോന്നി. ഇത് ആക്ച്വലി NSൻ്റെ ആ ഒരു ഹെഡ്ലൈറ്റ് മാറ്റി പിന്നെ ഇവിടെ ഒരു ബാക്കിലൊരു സ്റ്റിക്കറിങ് കൊടുത്തിട്ടുണ്ട് 400 എന്നുള്ളത്. ഈ ഒരു സ്റ്റിക്കറിങ്ങും അണ്ടർ ബെല്ലിയിലൊരു 400 എന്നുള്ള ബാഡ്ജിങ് ഉണ്ട്. അതൊഴികെ ബാക്കിയെല്ലാം NSൻ്റെ 200ൻ്റെ അതേ സെയിം സാധനം തന്നെയാണ്. സത്യം പറഞ്ഞാൽ ഈ വണ്ടിയുടെ പെർഫോമൻസും ഈ വണ്ടിയുടെ ലുക്സും തമ്മിൽ യാതൊരു ബന്ധമില്ല. സീരിയസ്ലി അങ്ങനെ തന്നെയാണ്. കാരണം വണ്ടിയുടെ പെർഫോമൻസ് മുകളിലും ലുക്സ് കുറച്ച് താഴെയാണ്. ലുക്സ് മോശമാണെന്നല്ല, ഈ ലുക്ക് നല്ലതാണ്. പക്ഷേ ഇതൊരു NS200 ഒന്ന് മോഡിഫൈ അല്ലെങ്കിൽ NS200ൻ്റെ ഒരു നെക്സ്റ്റ് ജെൻ കൊടുക്കാൻ പറ്റിയൊരു ലുക്കായിരുന്നു. 400ലേക്ക് കൊടുത്തപ്പോൾ കുറച്ചും കൂടി ഒരു ഭീകരത അവർക്ക് കൊണ്ടുവരായിരുന്നു. പിന്നെ പണ്ടാര പറഞ്ഞ പോലെ ലുക്കിലല്ലല്ലോ, വർക്കിലാണല്ലോ കാര്യം. ഫ്രണ്ടിൽ ആദ്യമേ നമ്മൾ കാണുന്നത് ഈ ഒരു ഹെഡാണ്. 2 DRL വന്നിട്ടുണ്ട് ഇതിൽ. പിന്നെ ഒരു പ്രൊജക്റ്റഡ് LED ഹെഡ്ലൈറ്റാണ് ഇതിൽ വന്നിട്ടുള്ളത്. ഹെഡ്ലൈറ്റ് അത്യാവശ്യം നല്ല വിസിബിളാണ്. ഈ ഒരു DRL തന്നെ അത്യാവശ്യം നല്ല വെട്ടമുണ്ട്. ഹെഡ്ലൈറ്റിനാണെങ്കിലും അത്യാവശ്യം രാത്രി കാലങ്ങളിലൊക്കെ നല്ല വിസിബിളാണ്. നല്ല ഒരു പെർഫോമൻസ് ഹെഡ്ലൈറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ട്. പിന്നെ ഫ്രണ്ടിലും ബാക്കിലും LED ഇൻഡിക്കേറ്റേഴ്സാണ് വന്നിട്ടുള്ളത്. ഇത് നമ്മളും KTM കണ്ടിട്ടുള്ള അതേ ഇൻഡിക്കേറ്റർ തന്നെയാണ്. സെയിം LED ഇൻഡിക്കേറ്ററാണ്. അത്യാവശ്യം നല്ല വിസിബിൾ, നല്ലൊരു രസമാണ്. ആ ഇൻഡിക്കേറ്റർ കത്താൻ നല്ലൊരു ബ്രൈറ്റാണ്. പിന്നെ ഹെഡ്ലൈറ്റ് ആണെങ്കിൽ നമ്മൾ ആദ്യം കാണുമ്പോൾ തന്നെ ഇഷ്ടപ്പെടുന്ന ചില ടൈപ്പല്ല. കാരണം ചിലർക്ക് അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടാകും. ആദ്യം തന്നെ കാണുമ്പോൾ ഒരു നമുക്ക് ഇഷ്ടപ്പെടുന്ന ടൈപ്പല്ല. പിന്നെ കണ്ട് പയ്യെ നമുക്ക് ഈ ഒരു ഡിസൈൻ നമുക്ക് ഇഷ്ടപ്പെടുള്ളൂ. ഫ്രണ്ട് സസ്പെൻഷൻ പറയാനാണെങ്കിൽ അത്യാവശ്യം ഹാർഡായിട്ടൊരു സസ്പെൻഷനാണ്. ബാക്കിലെ സസ്പെൻഷനെ അപേക്ഷിച്ച് ഫ്രണ്ടിലെ സസ്പെൻഷനും കുറച്ചൊരു ഹാർഡാണ്. ടയേഴ്സിനെ പറ്റി പറയാനാണെങ്കിൽ 17 ഇഞ്ച് ടയറാണ് വന്നിട്ടുള്ളത്. ഡിസ്ക് ബ്രേക്കാണ്. ഫ്രണ്ടിലും ബാക്കിലും ഡിസ്ക്കാണ്. ഡ്യുവൽ ചാനൽ ABSും വന്നിട്ടുണ്ട്. MRFൻ്റെ ടയേഴ്സാണ് കൊടുത്തിട്ടുള്ളത്. ടയേഴ്സിനെ പറ്റി എനിക്ക് അത്ര ഒരു കോൺഫിഡൻസ് പറയാനില്ല. ടയേഴ്സ് കുറച്ച് മോശം ടയേഴ്സാണ്. പിന്നെ വശങ്ങളിലേക്ക് വരുമ്പോൾ നമ്മൾ ആദ്യം കാണുന്നത് ഈ ഒരു എഞ്ചിനാണ്. 373cc എഞ്ചിനാണ്. KTM 390 കണ്ട അതേ സെയിം എഞ്ചിൻ തന്നെയാണ്. ആ 390 എടുത്ത് ഈ ഒരു വണ്ടിയിലേക്ക് വെച്ചു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ആ സെയിം എഞ്ചിൻ തന്നെയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. നമുക്ക് എല്ലാവർക്കും അറിയാം ഇതൊരു പ്രൂഡ് എഞ്ചിനാണ്. അതായത് കരുത്ത് തെളിയിച്ചൊരു എഞ്ചിൻ തന്നെയാണ്. സോ നമുക്ക് ഈ ഒരു വണ്ടിയിലും അതേ സെയിം കരുത്ത് നമ്മൾ ഈ വണ്ടിയിലും എക്സ്പെക്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് എഞ്ചിൻ ഭയങ്കര പവർഫുള്ളാണ്, പറയാണ്ട് വയ്യ. അത്യാവശ്യം നല്ല പവർഫുള്ളാണ്. ബാക്കി ഞാൻ ഓടിക്കുമ്പോൾ പറയാം. പിന്നെ മറ്റ് പൾസർ ബൈക്കുകൾ കണ്ട പോലെ തന്നെ ഇതിലും ഷാസി നമുക്ക് വിസിബിളാണ്. നേരത്തേത്തുള്ള NSലൊക്കെ നമ്മളത് കണ്ടിട്ടുള്ളതാണ്. പിന്നെ ഒരു അണ്ടർ ബെല്ലി വണ്ടിക്ക് വന്നിട്ടുണ്ട്. അതിലൊരു 400 എന്നുള്ളൊരു ബാഡ്ജിങ് നമുക്ക് കാണാൻ പറ്റും. ആക്ച്വലി ഈ വണ്ടി 400cc ആണെന്ന് മനസ്സിലാക്കാനായിട്ട് ഒന്ന് ഹെഡിലൊരു ചേഞ്ച് ഉണ്ട്. പിന്നെ ബാക്കിലൊരു NS400C എന്ന് എഴുതിയിട്ടുണ്ട്. സെയിം അതേപോലെ തന്നെ ഈ ഒരു അണ്ടർ ബെല്ലിയിലും 400. അത് അത്യാവശ്യം നോട്ടീസ് ചെയ്യുന്നൊരു കാര്യമല്ല. അങ്ങനെ ഒരു ഈ ഒരു ഡീറ്റെയിലിംഗ് ആണ് ഇത് 400cc ആണെന്ന് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. മറ്റൊരു കാര്യം, നമുക്ക് വെറ്റ് ചേഞ്ചസ് ഒന്നും NS200 നിന്ന് 400ലേക്ക് വന്നപ്പോൾ ലുക്സിൻ്റെ കാര്യത്തിലില്ല. പിന്നെ ആക്ച്വലി ഇതിൻ്റെ പെയിൻറ്റ് സ്കീമും ഒരു കളറൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സ്റ്റിക്കറിങ് ആണെങ്കിലും പെയിൻറ്റ് സ്കീം ആണെങ്കിലൊക്കെ നല്ലൊരു കോമ്പിനേഷൻ തന്നെയാണ് ചെയ്തേക്കണേ. നല്ലൊരു രസമുണ്ട് കാണാനായിട്ടൊക്കെ. എക്സോസ്റ്റിനെ പറ്റി പറയാനാണെങ്കിൽ എക്സോസ്റ്റ് ആക്ച്വലി താഴെ തന്നെ, അതായത് പുറത്തേക്ക് വരാത്ത രീതിയിൽ താഴെ തന്നെയാണ് അവർ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. പക്ഷേ എനിക്ക് എന്തോ അത് കാണുമ്പോൾ കുറച്ചെന്തോ ഒരു മിസ്സിങ് പോലെ തോന്നുന്നുണ്ട്. കുറച്ചൊരു ചെറിയൊരു കവറൊക്കെ കൊടുത്ത് ആക്ച്വലി കുറച്ചും കൂടി ഒരു ഭംഗിയാക്കാരെന്ന് തോന്നി. പിന്നെ അത്യാവശ്യം ലൗഡായിട്ടുള്ളൊരു എക്സോസ്റ്റ് തന്നെയാണ്. ഞാൻ അതിൻ്റെ എക്സോസ്റ്റ് സൗണ്ട് ഒന്ന് കേൾപ്പിച്ചു തരാം. അത്യാവശ്യം ലൗഡായിട്ടുള്ളതാണ്. റോട്ടിൽ കൂടി പോകുമ്പോൾ എല്ലാവരും വിചാരിക്കുക NS200 ആഫ്റ്റർ മാർക്കറ്റ് എക്സോസ്റ്റ് വെച്ച ഫീലായിരിക്കും എല്ലാവർക്കും തോന്നുന്നത്. പിന്നിലേക്ക് വരുമ്പോൾ നമുക്ക് സസ്പെൻഷൻ കാണാം. ഞാൻ പറഞ്ഞ പോലെ കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള സസ്പെൻഷനാണ് പിന്നെ കൊടുത്തേക്കുന്നത്. പിന്നെ ടയേഴ്സും 17 ഇഞ്ച് ടയേഴ്സ് തന്നെയാണ്. ഒരു ടയർ ഹഗ്ഗറുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഡിസ്ക് ബ്രേക്കാണ്. ബാക്കിലും ABSും വന്നിട്ടുണ്ട്. പിന്നിൽ ഡിസൈൻ നോക്കാനാണെന്നുണ്ടെങ്കിൽ NSൽ കണ്ട അതേ സെയിം, അതായത് NS200 കണ്ട അതേ സെയിം ഡിസൈൻ തന്നെയാണ്. യാതൊരു മാറ്റമില്ല. അതേ സെയിം ഡിസൈൻ തന്നെയാണ് ബാക്കിൽ വന്നേക്കുന്നത്. പിന്നെ ഒരു ഞാൻ പറഞ്ഞ പോലെ KTMൻ്റെ LED ഇൻഡിക്കേറ്റേഴ്സും ബാക്കിൽ വന്നിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് വണ്ടിയിൽ കയറി നോക്കാം. കയറിയിരിക്കുന്നത് നമ്മൾ ആദ്യം കാണുന്ന ടാങ്കാണ്. ഈ വണ്ടിയിൽ എനിക്ക് തോന്നിയ രണ്ടാമത്തെ ഒരു നെഗറ്റീവാണ്. ടാങ്ക് വളരെ ചെറുതാണ്. അതായത് 10 ലിറ്ററിൻ്റെ ഫ്യൂവൽ കപ്പാസിറ്റി ടാങ്കിലുള്ളൂ. സോ ഫ്യൂവൽ എഫിഷ്യൻസി കുറഞ്ഞൊരു വണ്ടിക്ക് ഇത്രയും ചെറിയൊരു ടാങ്ക് വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ്. കുറച്ചും കൂടി ഒന്ന് വലിയ ടാങ്ക് ആക്കാരെന്ന് എനിക്ക് തോന്നി. പിന്നെ സ്വിച്ചസിലേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെയാണ് ഹൈ ബീം, ലോ ബീം, പാസ് സ്വിച്ച് ഇതിൽ തന്നെയാണ്. പിന്നെ ഈ സ്വിച്ചസ് മീറ്ററിലെ കൺട്രോളിന് വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ ഇത് ഇൻഡിക്കേറ്റർ, ഹോൺ, പിന്നെ ഇത് ഹസാറിൻ്റെ സ്വിച്ചാണ്.
ഇതാണ് പുഷ് ബട്ടൺ സ്റ്റാർട്ട്. ഇതിൽ തന്നെയാണ് ഇഗ്നിഷൻ ഓഫ് ചെയ്യുക. പിന്നെ ഇത് ഫ്രണ്ടിൽ ആ ഒരു പ്രൊജക്ടർ ഹെഡ്ലൈറ്റിൻ്റെ ഓൺ ഓഫ് സ്വിച്ചാണ്. പിന്നെ ഈ ഭാഗത്തേക്ക് നോക്കുമ്പോൾ ഇവിടെ ഒരു ചാർജർ വന്നിട്ടുണ്ട്. USB ടൈപ്പാണ് ചാർജർ വന്നിട്ടുള്ളത്. ടൈപ്പ് C അല്ല, USB ടൈപ്പാണ്. മീറ്ററിൻ്റെ കാര്യം പറയാനാണെന്നുണ്ടെങ്കിൽ മീറ്റർ ഒരു സ്പ്ലിറ്റായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ലെഫ്റ്റ് സൈഡിൽ ഒരു വലിയ സ്ക്രീനും റൈറ്റ് സൈഡിൽ ഒരു ചെറിയൊരു ബ്ലൂ കളർ സ്ക്രീനാണ് കൊടുത്തിട്ടുള്ളത്. ഈ ലെഫ്റ്റ് സൈഡിൽ എല്ലാ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. വണ്ടിയുടെ ഫ്യൂവൽ, ഗിയർ, ഷിഫ്റ്റിംഗ് ഇൻഡിക്കേറ്റർ, ടൈം, ഓഡോമീറ്റർ, എല്ലാ സ്പീഡോമീറ്റർ, എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലൊരു 4 റൈഡിങ് മോഡ് ഉണ്ട്, അതും ഇവിടെ വിസിബിൾ ആയിട്ടുണ്ട്. റോഡ്, സ്പോട്ട്, റെയിൻ, ഓഫ് റോഡ്, അങ്ങനെ 4 മോഡ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ആക്ച്വലി ഈ മോഡുകളെല്ലാം ചേഞ്ച് ചെയ്യുന്ന വണ്ടിയുടെ സെറ്റിങ്സ് എല്ലാ കാര്യങ്ങളും ചേഞ്ച് ചെയ്യുന്നത് ഈ ഒരു സ്ക്രീനിലാണ്. അതായത് നമ്മൾ ഈ ഒരു സ്വിച്ച് ഞെക്കുമ്പോൾ ഇതിവിടെ മാറുന്നത് കാണാം. വെഹിക്കിൾ ഇൻഫോ വന്നു, റൈഡ് മോഡ് വന്നു. എൻജിൻ ഓഫ് ആയതുകൊണ്ടാണ്, വണ്ടി ഓഫ് ആണെന്നുണ്ടെങ്കിൽ എൻജിൻ ഓഫാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് മാറ്റി കാണിച്ചു തരാം. റൈഡ് മോഡിന് മാറുന്നതാണ്. ഇപ്പോൾ റൈഡ് മോഡ് വന്നിട്ടുണ്ട്. റോഡ്, സ്പോട്ട്, റെയിൻ, ഓഫ് റോഡ്, അങ്ങനെയാണ് മോഡ് വന്നിട്ടുള്ളത്. ബാക്കി എന്തായാലും നമുക്കിനി വണ്ടി ഓടിച്ചിട്ട് സംസാരിക്കാം. വണ്ടി ഓടിക്കുമ്പോൾ ആദ്യം പറയേണ്ടത് ഇതിൻ്റെ പവറിനെ പറ്റിയിട്ട് തന്നെയാണ്. കാരണം KTM 390 എൻജിൻ ഇതിലേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ NS ഇതിനായിട്ട് എങ്ങനെ മീൻസ് NS ഇതിൽ ഓക്കെ ആണോ എന്നൊരു ഫീൽ ഉണ്ടാവും നമുക്ക്. ആക്ച്വലി പവറിൻ്റെ കാര്യത്തിൽ പക്കയാണ് വണ്ടി. നല്ല രീതിയിലുള്ള പവറുണ്ട്. നമ്മൾ ആരെയും ഒന്ന് പേടിപ്പിക്കുന്ന, ആദ്യമായിട്ട് കയറിയിരുന്ന് ഓടിക്കുന്ന ഒരാൾക്ക് പേടിക്കാവുന്ന തരത്തിലൊരു പവർ തന്നെ ഈ വണ്ടിക്ക് വന്നിട്ടുണ്ട്. പിന്നെ എനിക്ക് തോന്നിയ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഈ വണ്ടി ഹൈ സ്പീഡിലേക്ക് പോകുമ്പോൾ ഒരു 100-ന് മേലേക്ക് പോകുമ്പോൾ ചെറിയൊരു എന്താ പറയുക, ഒരു സ്റ്റെബിലിറ്റി ഇല്ലാത്തൊരു ഇഷ്യൂ എനിക്ക് തോന്നി. കാരണം ഹൈ സ്പീഡിൽ വണ്ടി കുറച്ചൊന്ന് കിടന്ന് വിറയ്ക്കുന്ന ഫീല് തോന്നി. മേ ബി അത് ടയേഴ്സിൻ്റെ ആവാം, അല്ലെങ്കിൽ ഒരു എന്താ പറയുക ചെറിയ വീൽ ബേസിൻ്റെ ആവാം. വണ്ടിയുടെ വീൽ ബേസ് എന്ന് പറഞ്ഞാൽ 1344 സോ ആ ഒരു ചെറിയ വീൽ ബേസിൻ്റെ ആണോ വണ്ടി ഭയങ്കരമായിട്ട് അത് ഹൈ സ്പീഡിലൊക്കെ നമ്മൾ ക്രൂസ് ചെയ്യുമ്പോൾ ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ നമുക്ക് ഫീൽ ചെയ്യും. ചെറിയൊരു എന്താ പറയുക ചെറിയൊരു വൈബ്രേഷൻ, അല്ലെങ്കിൽ വണ്ടി നമ്മുടെ കയ്യിൽ നിൽക്കാത്തൊരു ഫീല് നമുക്കുണ്ട്. അത് ആക്ച്വലി എനിക്കൊരു ചെറിയ നെഗറ്റീവായിട്ടാണ് തോന്നിയത്. പിന്നെ ഇതിൻ്റെ റൈഡിങ് കംഫർട്ടിനെ പറ്റി പറയാനാണെങ്കിൽ അത്യാവശ്യം ഒരു സ്പോർട്ടി ഫീലിൽ തന്നെയാണ് നമ്മൾ വണ്ടിയിൽ ഇരിക്കുന്നത്. പിന്നെ റൈഡറിൻ്റെ സീറ്റിൻ്റെ നേരെ താഴെയായിട്ടാണ് ഫുഡ് പെഗ് വന്നിട്ടുള്ളത്. സോ ഒരു ചെറിയൊരു സ്പോർട്ടി ഫീൽ ഉണ്ട്. പിന്നെ ഗിയർ ബോക്സിൻ്റെ കാര്യം പറയാനാണെങ്കിൽ ഗിയർ കുറച്ച് ടൈറ്റാണ്, പക്ഷേ ക്ലച്ച് നല്ല സോഫ്റ്റാണ്. ക്ലച്ച് അത്യാവശ്യം സോഫ്റ്റാണ്, പക്ഷേ ഗിയർ കുറച്ച് ടൈറ്റായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ സിറ്റിയിലൊക്കെ നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ ഗിയർ ഷിഫ്റ്റ് വരുമ്പോൾ കാലിൻ്റെ ഭാഗത്തുനിന്ന് മീൻസ് ചെറിയൊരു പെയിൻ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ചെറിയൊരു ടൈറ്റ് നമുക്ക് ഗിയറിൻ്റെ ഭാഗത്തുനിന്ന് ഫീൽ ചെയ്യുന്നുണ്ട്. ആക്സിലേറ്ററും ഓക്കെയാണ്, ആക്സിലേറ്ററും ചെറിയൊരു ടൈറ്റ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ആക്സിലേറ്ററിൻ്റെ ഭാഗത്തുനിന്നും. മിറേഴ്സ് ആണെങ്കിൽ കുറച്ചുള്ളിലേക്കാണ് ഇരിക്കുന്നത്, 2 മിറേഴ്സും കുറച്ചകത്തോട്ട് കയറിയാണ് ഇരിക്കുന്നത്. സോ കുറച്ച് വിസിബിലിറ്റി ഇഷ്യൂ ഉള്ളത് എനിക്ക് തോന്നി. കാരണം ഇത്രയും അകത്തോട്ട് കയറി ഇരിക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ഷോൾഡറാണ് കൂടുതലും, മീൻസ് നമ്മുടെ കൈയുടെ ഭാഗമാണ് കൂടുതലും നമ്മൾ കാണുന്നത്. പിന്നെ ഇത് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് കുറച്ച് പണിയാണ്. കാരണം ഈ ഒരു മിറർ ഓൾറെഡി അഡ്ജസ്റ്റ് ആയിട്ടിരിക്കുന്നത് ഞാനൊന്നും തൊടാൻ പോയില്ല. റൈറ്റ് സൈഡിലെ മിറർ എനിക്ക് കുറച്ച് എന്താ പറയുക കറക്റ്റ് വിസിബിലിറ്റി എനിക്കില്ല. സോ ഞാനതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കി, പക്ഷേ നടക്കണില്ല. ഭയങ്കര ടൈറ്റായിട്ടിരിക്കണേ, അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും നീങ്ങണില്ല. പിന്നെ ഞാനായിട്ട് അത് തിരിച്ച് പിടിച്ചൊടിക്കേണ്ടെന്ന് ഇരുന്നിട്ട് ഞാനത് അങ്ങനെ തന്നെയാണ് വെച്ചിട്ടുള്ളത്. ലെഫ്റ്റ് സൈഡിൽ ഓക്കെ ആയിട്ടാണ് ഇരിക്കണത്, ലെഫ്റ്റ് സൈഡും അനങ്ങുന്നില്ല, സെയിം ആ ഒരു ഇത് തന്നെയാണ്. ഭയങ്കര ടൈറ്റ് ഫീൽ ചെയ്യുന്നുണ്ട് മിററിന്. പിന്നെ ഈ ഒരു മിറർ നിങ്ങൾ ഓൾറെഡി ഈ ഒരു വണ്ടിയിൽ കണ്ടിട്ടുണ്ടാവും. അതായത് പൾസറിൻ്റെ തന്നെ ഡൊമിനോർ 400 സെയിം മിറർ തന്നെയാണ് ഇതിലും വന്നിട്ടുള്ളത്. മിറർ കുറച്ചുകൂടി ഞാൻ പറഞ്ഞില്ല, കുറച്ചും കൂടി ഒന്ന് പുറത്തേക്ക് വൈഡായിട്ടാണ് ഇരുന്നിരുന്നെങ്കിൽ മേ ബി കുറച്ചും കൂടി ഒരു വിസിബിലിറ്റി കിട്ടിയാണേ. ഇപ്പോൾ തന്നെ കുറച്ച് കൈയുടെ ഭാഗം തന്നെയാണ് നമ്മൾ കൂടുതലും കാണുക. മിറർ അത്ര ഒരു യൂസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നിയില്ല. ഈ വണ്ടിയുടെ സീറ്റിംഗ് കംഫർട്ടിനെ പറ്റി ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയി. സീറ്റ്സ് അത്യാവശ്യം കംഫർട്ടാണ്, മോശമല്ലാത്തൊരു കംഫർട്ട് ഉണ്ടെന്നേ പറയാൻ പറ്റുള്ളൂ. ഒരു ലോങ് ഡ്രൈവിലൊക്കെ നമുക്ക് എത്രത്തോളം അത്രയും കംഫർട്ട് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഞാനിപ്പോൾ ഈ വണ്ടി എൻ്റെ കയ്യിൽ വെക്കാൻ പറഞ്ഞിട്ട് ഒരു 3-4 ദിവസമായി. ഞാൻ അത്യാവശ്യം ലോങ് ഒക്കെ ഓടിച്ചു. എനിക്ക് അത്ര ഒരു കംഫർട്ടല്ല, മീൻസ് ലോങ് ഓടിക്കുമ്പോൾ മാത്രമേ നമുക്ക് ആ ഒരു ഇഷ്യൂ വരുന്നുള്ളൂ. അല്ലാതെ ബാക്കി ചെറിയ ചെറിയ റൈഡുകൾക്കൊക്കെ ഓക്കെയാണ്. അത്രയും നല്ല കംഫർട്ട് തന്നെ സീറ്റിൻ്റെ ഭാഗത്തുനിന്നുണ്ട്. അതിപ്പോൾ റൈഡറാണെങ്കിലും പില്ലിയനാണെങ്കിലും സെയിം തന്നെയാണ്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ എക്സോസ്റ്റ് അത്യാവശ്യം നല്ല ലൗഡാണ്. നമ്മളൊന്ന് ത്രോട്ടിൽ കൊടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള സൗണ്ട് നമുക്ക് കിട്ടുന്നുണ്ട്. കേൾക്കാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല, അത്യാവശ്യം നല്ല രീതിയിലുള്ള സൗണ്ട് ഇപ്പോൾ വരുന്നുണ്ട്. പിന്നെ മെയിനായിട്ടുള്ള എല്ലാ ഇലക്ട്രോണിക് ഫീച്ചേഴ്സ് ഇതിൽ വന്നിട്ടുണ്ട്. സ്ലിപ്പർ ക്ലച്ച്, ട്രാക്ഷൻ കൺട്രോൾ സ്വിച്ചബിളാണ്. ട്രാക്ഷൻ കൺട്രോള്, ഡ്യുവൽ ചാനൽ ABS, അങ്ങനെയുള്ള എല്ലാ ഫീച്ചേഴ്സും ഈ വണ്ടിയിൽ വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ 4 റൈഡിങ് മോഡാണുള്ളത്. റോഡ്, റെയിൻ, ഓഫ് റോഡ്, സ്പോട്ട്, ഇങ്ങനെ 4 റൈഡിങ് മോഡ് വണ്ടിയിൽ വന്നിട്ടുണ്ട്.
പിന്നെ ഈ വണ്ടിയുടെ പവറിനെ പറ്റി പറയാനാണെങ്കിൽ എനിക്ക് ആക്ച്വലി കാണിച്ചു തന്നെന്നുണ്ട്, പക്ഷെ അങ്ങനെ കാണിക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. പെട്ടെന്ന് തന്നെ നല്ലൊരു സ്പീഡിലേക്ക് എത്തുന്നുണ്ട്. പിന്നെ ഞാൻ ഒരു ഓവർ സ്പീഡ് ഇവിടെ എടുക്കുന്നില്ല, കാരണം കേരളമാണ്. സോ ഞാൻ ഒരു വലിയൊരു സ്പീഡിലേക്ക് ഞാൻ പോകുന്നില്ല. പക്ഷെ അത്യാവശ്യം നല്ല പവർഫുള്ളായിട്ടുള്ള വണ്ടിയാണ്. 0 to 100 എന്നൊക്കെ പറയുന്നത് ഒരു 7-8 സെക്കൻഡൊക്കെ മതി. അത്യാവശ്യം നല്ല പവറുണ്ട്. പിന്നെ ഇപ്പോൾ ഓൾറെഡി വണ്ടി കിടക്കുന്നത് റോഡ് മോഡിലാണ്. പിന്നെ ഇതിനൊരു സ്പോർട്ട് മോഡ് കൂടി ഉണ്ട്. അത് കുറച്ചും കൂടി ഒരു ഭീകരത നമുക്ക് തരുന്നുണ്ട്. പിന്നെ വൈബ്രേഷനെ പറ്റി പറയാനാണെങ്കിൽ ചെറിയ രീതിയിലുള്ള വൈബ്രേഷൻ അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ട്. അതായത് ഹാൻഡിലും മിററിലും ഫുട് പെഗിലും സീറ്റിലൊക്കെ ആയിട്ട് ചെറിയ രീതിയിലുള്ള വൈബ്രേഷൻ ഉണ്ട്. നേരെ നമ്മളങ്ങനെ ഒരു എന്താ പറയുക ഭയങ്കരമായിട്ട് നമ്മുടെ ബോധേടാവേണ്ട ഒരു ആവശ്യമൊന്നുമില്ല. ചെറിയ രീതിയിലുള്ള വൈബ്രേഷൻ ഉള്ളൂ. പിന്നെ ഹീറ്റിങ്ങിനെ പറ്റി പറയാനാണെങ്കിൽ എന്നെ ഭയങ്കരമായിട്ട് സർപ്രൈസ് ചെയ്തൊരു കാര്യമാണ്. ഹീറ്റിംഗ് തീരെ വണ്ടിക്കില്ല. ഞാൻ കുറച്ച് ഹീറ്റിംഗ് പ്രതീക്ഷിച്ചിരുന്നു. ചെറിയ രീതിയിലുള്ളൊരു ഹീറ്റിംഗ് ഉണ്ടെന്നല്ലാണ്ട് വലിയൊരു മാരകമായിട്ടുള്ള ഹീറ്റിംഗ് ഒന്നും തന്നെ ഇല്ല. അതെന്നെ ഭയങ്കരമായിട്ട് ഈ വണ്ടി അത്ഭുതപ്പെടുത്തിയൊരു കാര്യം തന്നെയാണ്. പിന്നെ ചെറിയ വീൽ ബേസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ യൂട്ടേനൊക്കെ എടുക്കാൻ നല്ല രസമാണ്. ഭയങ്കര കുഞ്ഞു വണ്ടിയാണ്. സോ യൂട്ടേനൊക്കെ എടുക്കാൻ ഭയങ്കര എളുപ്പമാണ്. പിന്നെ ബ്ലോക്കിൽ കൂടി ആണെങ്കിലും അത്യാവശ്യം ട്രാഫിക്കൊക്കെ ഉള്ള സമയത്ത് സിക്സാഗ് ചെയ്ത് പോകാനൊക്കെ ഭയങ്കര രസമായിരിക്കും നമുക്ക്. പക്ഷേ എത്രയൊക്കെ വണ്ടി പൊക്കി പറഞ്ഞാലും എനിക്ക് വണ്ടിയുടെ ലുക്സിൻ്റെ കാര്യത്തിൽ ഞാൻ ഒട്ടും കംഫർട്ടബിൾ അല്ല. കാരണം എന്തുകൊണ്ട് ഡിസൈൻ ചെയ്യാനുള്ള മടി കൊണ്ടാണോന്നറിയില്ല. കാരണം എന്തുകൊണ്ടാണ് ഇത്രയും ഒരു ഇപ്പം ഞാൻ ഈ വണ്ടി അല്ലെങ്കിൽ ആര് ഈ വണ്ടി ഓടിച്ചു പോയാലും കാണുന്നവർ വിചാരിക്കുക ഇത് NS200 ആണ്, അല്ലെങ്കിൽ NS200 ചെറുതായിട്ടൊന്ന് മോഡിഫൈ ചെയ്താണെന്ന് വിചാരിക്കുള്ളൂ. ഇനിയിപ്പോൾ ആരെങ്കിലും NS200 ആണെന്ന് കരുതി ഇതായിട്ടൊരു റേസിന് വന്നു കഴിഞ്ഞാൽ ഈ വണ്ടി മാരക പവറാണ്. സോ NS200 ആണെന്ന് കരുതി ചൊറിയാൻ നിൽക്കണ്ട, ഇത് പിടിച്ച് മാന്തും ഉറപ്പാണ്. പക്ഷേ ലുക്സിൽ കുറച്ചും കൂടി ഒരു ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരായിരുന്നെന്ന് എനിക്ക് തോന്നി. ഇത് ജസ്റ്റ് പണിയെടുക്കാത്ത രീതിയിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചെറിയ ചെറിയ മാറ്റങ്ങളെ വന്നിട്ടുള്ളൂ. പിന്നെ എനിക്ക് പേഴ്സണലി ഈ സ്വിച്ചസിൽ തോന്നിയൊരു കാര്യമാണ്. അതായത് സ്വിച്ചസ് ഭയങ്കര നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നും. അതായത് അത്യാവശ്യം നല്ല സോഫ്റ്റാണ് സ്വിച്ചസ് എല്ലാം. ഇപ്പോൾ ഇൻഡിക്കേറ്റർ ആണെങ്കിലും ഈ ഒരു 4 സ്വിച്ചസ് ആണെങ്കിലും പാസ് ലൈറ്റും ഹോണെല്ലാം അത്യാവശ്യം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്വിച്ചസാണ്. നമ്മളിടുമ്പോൾ ആ ഒരു നമുക്ക് മീൻസ് നമ്മളതിൽ ഞെക്കുമ്പോൾ അത്യാവശ്യം നല്ലൊരു ഫീൽ നമുക്ക് ആ സ്വിച്ചിൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടുന്നുണ്ട്. ഈ വണ്ടിയിൽ ഏറ്റവും കൂടുതൽ നെഗറ്റീവായിട്ട് തോന്നിയിട്ടുള്ളത് ഈ വണ്ടിയുടെ ടാങ്കിനെ പറ്റിയിട്ടാണ്. ആക്ച്വലി ഇതിൻ്റെ ടാങ്ക് കപ്പാസിറ്റിയാണ്. അതായത് 10 ലിറ്റർ ഫ്യൂവൽ കപ്പാസിറ്റി ടാങ്കിന് വന്നിട്ടുള്ളൂ. ഈ വണ്ടിയുടെ ഫ്യൂവൽ എഫിഷ്യൻസി എന്ന് പറയുന്നത് ഒരു 25 to 30 ആണ്. സിറ്റിയിലൊക്കെ 25ഉം ഹൈവേസിൽ മാക്സിമം പോയ 30. അതിൽ കൂടുതലൊന്നും ഈ വണ്ടിയിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യണ്ട. അങ്ങനെ ഒരു മൈലേജ് അല്ലെങ്കിൽ ഫ്യൂവൽ എഫിഷ്യൻസി ഉള്ളൊരു വണ്ടിക്ക് ഇച്ചിരി കൂടി ഒരു ബെറ്റർ കപ്പാസിറ്റി ഉള്ളൊരു ടാങ്ക് കൊടുക്കാൻ തോന്നി. കാരണം അത്യാവശ്യം ഒരു ലോങ് ഡ്രൈവിലാണെങ്കിലും അല്ലെങ്കിൽ ഡെയിലി അത്യാവശ്യം ഒരു ലോങ് പോകുന്ന ഒരാൾക്ക് എപ്പോഴും പമ്പിൽ കയറ്റേണ്ട ഒരു അവസ്ഥ വരും. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ലോങ് ഡ്രൈവിലേക്ക് ഇടയ്ക്കിടയ്ക്ക് സ്റ്റോപ്പ് ചെയ്ത് ഫ്യൂവൽ ഫില്ല് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ നമുക്ക് വരുന്നുണ്ട്. സോ ഇച്ചിരിയും കൂടി ഒരു കപ്പാസിറ്റി ഉള്ളൊരു ടാങ്ക് നമുക്ക് ഈ വണ്ടിയിൽ കൊടുക്കാൻ തോന്നി. പിന്നെ ഞാൻ എൻ്റെ ഹിമാലയൻ്റെ റിവ്യൂ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ടാങ്കിലൊരു ഇഷ്യൂ ഈ വണ്ടിയിലുണ്ട്. സെയിം ആ ഒരു ഇഷ്യൂ, അതായത് നമ്മുടെ പെട്രോൾ പമ്പിൽ ആ നോബ് ടാങ്കിലേക്ക് ഇറങ്ങാത്ത ഇഷ്യൂ ഈ വണ്ടിയിലുണ്ട്. സോ നമ്മൾ ആ മീൻസ് ഞാൻ വണ്ടി നിർത്തിയിട്ട് കാണിച്ചു തരാം. അത് ഹിമാലയൻ്റെ വീഡിയോയിലും ഈ സെയിം ഒരു ഇഷ്യൂ ഞാൻ പറയുന്നുണ്ട്. ഈ ഒരു ടാങ്കിൻ്റെ വലിപ്പം ചെറുതായതുകൊണ്ട് നോബ് താഴേക്ക് ഇറങ്ങില്ല. സോ ഈ ഒരു എഡ്ജിൽ കുത്തിയിട്ടായിരിക്കും പെട്രോൾ അടിക്കുക. അപ്പോൾ നമ്മൾ കുറച്ച് ശ്രദ്ധിച്ചു നിന്നില്ലായിരുന്നുണ്ടെങ്കിൽ പെട്രോൾ പുറത്തേക്ക് ചാടാൻ നമ്മുടെ മേത്തൊക്കെ ആവാനുള്ള ചാൻസ് ഉണ്ട്. ഹിമാലയയിൽ എനിക്ക് 1-2 തവണ അങ്ങനെ ഒരു പണി കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ പെട്രോൾ അടിക്കുമ്പോൾ ഞാൻ കുറച്ച് പാനിക്കാണ്. ഈ ഒരു വണ്ടിയിലും അങ്ങനെ ഒരു ഇഷ്യൂ ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ ഈ വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്നവരോട് അല്ലെങ്കിൽ ഈ വണ്ടിയിലേക്ക് നോക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ഇതൊരിക്കലും ഒരു ബിഗിനർ ബൈക്കല്ല. അങ്ങനെ ഈ വണ്ടിയെ നോക്കി കാണരുത്. സീരിയസ്ലി ഇതൊരു ബിഗിനർ ബൈക്കല്ല. അത്യാവശ്യം നല്ല പവർഫുള്ളായിട്ടുള്ള നല്ലൊരു സ്പീഡിലേക്ക് പോകുന്ന നല്ല ടോക്കുള്ളൊരു എൻജിൻ തന്നെയാണിത്. സോ ഇതൊരു ബിഗിനർ ബൈക്കേ അല്ല. അപ്പോൾ നിങ്ങളൊരു ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ആലോചിച്ച് കുറച്ചും കൂടി എക്സ്പീരിയൻസ് ആയിട്ട് ഈ വണ്ടിയുടെ മേലിലേക്ക് കയറുക. അല്ലാതുണ്ടെങ്കിൽ ഒരു 150cc അല്ലെങ്കിൽ 200cc ഓടിച്ച് പരിചയമുള്ള ഒരാൾക്കാണെങ്കിൽ എനിക്ക് ഉറപ്പായിട്ടും പറയാൻ പറ്റും ദിസ് ഈസ് ദ പെർഫെക്റ്റ് ചോയ്സ് ഫോർ യു. കാരണം അത്രയും നല്ലൊരു വെഹിക്കിളാണ്. അത്യാവശ്യം എൻ്റർടൈൻ ചെയ്ത് ഓടിക്കുന്ന എൻ്റർടൈൻമെൻറ്റ് ആഗ്രഹിച്ച് ഓടിക്കുന്ന ഒരാൾക്ക് ദ പെർഫെക്റ്റ് വണ്ണാണത്. കാരണം എല്ലാ ഇലക്ട്രോണിക് ഫീച്ചേഴ്സും ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ട്രാക്ഷൻ കൺട്രോള്, സ്ലിപ്പർ ക്ലച്ച്, ഡ്യുവൽ ചാനൽ ABS, ബ്ലൂടൂത്ത് കണക്ടിവിറ്റി, എല്ലാ കാര്യങ്ങളും ഈ വണ്ടിയിൽ വന്നിട്ടുണ്ട്. പിന്നെ അത് ഞാൻ പറഞ്ഞല്ലോ, അത്യാവശ്യം മോശമല്ലാത്തൊരു ലുക്കും. കാരണം NS200 ലുക്ക് നമ്മൾ ഇഷ്ടപ്പെട്ടതാണ്. ഈ വണ്ടിയിൽ ആപ്റ്റ് ആവുന്നില്ലെങ്കിലും ലുക്ക് വൈസ് നല്ലതാണ് ഈ വണ്ടിക്ക്. അതായത് 400cc ഒഴുകി മാറ്റി വെച്ച് കഴിഞ്ഞാൽ ലുക്സ് ഓക്കെയാണ്.
അങ്ങനെയുള്ള എല്ലാ ഫീച്ചേഴ്സും ഈ വണ്ടിയിൽ വന്നിട്ടുണ്ട്. സോ എൻ്റർടൈൻ ചെയ്ത് ഓടിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് നല്ലൊരു ചോയ്സ് തന്നെയാണ് ഈ വണ്ടി. പിന്നെ ഇതൊരു അഫോർഡബിൾ ബൈക്ക് ആയതുകൊണ്ട് തന്നെ, അതായത് 2.4 lakh 2,40,000 രൂപ എന്ന് പറയുന്ന ഒരു എമൗണ്ടാണ് ഈ വണ്ടിക്ക് വന്നിട്ടുള്ളത് ഓൺ റോഡ്. സോ അങ്ങനെ ഒരു എമൗണ്ട് വന്നിട്ടുള്ളതുകൊണ്ട് പലർക്കും ഈ വണ്ടി മേടിക്കാൻ സാധിക്കും. അപ്പോൾ ബിഗിനേഴ്സ് ഈ വണ്ടിയിലേക്ക് വരുമ്പോൾ ഈ വണ്ടിക്ക് ചീത്തപ്പേരും കൂടെ വരാൻ ചാൻസ് ഉണ്ട്. കാരണം ഒട്ടും എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരാൾ ഈ വണ്ടിയിലേക്ക് കയറിയിരുന്ന എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്കറിയാം. സോ എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ അതിൻ്റെ ചീത്തപ്പേര് നിങ്ങൾക്ക് മാത്രമല്ല ഈ വണ്ടിക്കും കൂടിയാണ് വരിക. പണ്ട് KTM ബൈക്കുകളിൽ അങ്ങനെ ഒരു ചീത്തപ്പേരുകളുണ്ടായിരുന്നു. സെയിം അതേ ഒരു ചീത്തപ്പേര് വരാൻ സാധ്യതയുള്ളൊരു വണ്ടി തന്നെയാണത്. കാരണം അത്രയും പവർഫുൾ ആയിട്ടുള്ള, ഞാൻ വീണ്ടും പറയുന്നു, അത്യാവശ്യം പവർഫുൾ ആയിട്ടൊരു എഞ്ചിൻ, അത്രയും പവർഫുൾ ആയിട്ടൊരു വണ്ടി തന്നെയാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഏറ്റവും കൂടുതൽ ഇതിൽ നെഗറ്റീവായിട്ട് തോന്നിയത് ഹൈ സ്പീഡിൽ സ്റ്റെബിലിറ്റി ഇല്ലായ്മയാണ്. ഒട്ടും സ്റ്റെബിലിറ്റി ഇല്ല. ഇപ്പോൾ ആരോടിച്ചാലും ഹൈവേയിലൊക്കെ അത്യാവശ്യം വിൻഡുള്ളൊരു സമയത്താണെന്നുണ്ടെങ്കിൽ ആ വിൻഡിനൊപ്പം വണ്ടി കൂടെ കിടന്നിങ്ങനെ ആടുന്നൊരു ഫീല് നമുക്ക് തോന്നും. എനിക്കതുകൊണ്ട് ഹൈ സ്പീഡിൽ അത്ര ഒരു ഫീല് തോന്നിയില്ല. പക്ഷേ 100 അല്ലെങ്കിൽ 140 എന്നൊക്കെ പറഞ്ഞ ഈ വണ്ടിക്ക് പണ്ടാരോ പറഞ്ഞ പോലെ പുട്ട് പോലെ കയറുന്ന സ്പീഡാണത്. 140, 160 ഒക്കെ പുട്ട് പോലെ കയറും. ആക്ച്വലി ബജാജ് പറയുന്നത് 150 സംതിങ് എന്ന് തോന്നും. പക്ഷേ 160 ഒക്കെ ഈ വണ്ടി പോകുന്നുണ്ട്. ഞാൻ കുറേ ടോപ്പ് എൻ്റെ വീഡിയോസ് എടുത്ത് നോക്കിയിരുന്നു. 160 ഒക്കെ വരെ പോകുന്നുണ്ട്. ഞാൻ ആക്ച്വലി ഒരു 140 വരെ പോയുള്ളൂ. അതല്ലാതെ അതിന് മുകളിലേക്ക് പോകാനുള്ളൊരു കോൺഫിഡൻസ് എനിക്ക് കിട്ടിയില്ല. ഞാൻ പറഞ്ഞല്ലോ, കുറച്ചൊരു സ്റ്റെബിലിറ്റി ഇഷ്യൂസ് ഉണ്ട് ഈ വണ്ടിക്ക്. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളൊരു ചോദ്യമായിരിക്കും, ഇത് വാല്യൂ ഫോർ മണി ആണെന്ന്. ഷുവറായിട്ട് ഇതൊരു വാല്യൂ ഫോർ മണി ബൈക്ക് തന്നെയാണ്. കാരണം 2,40,000 രൂപ എന്ന് പറയുന്ന ആ ഒരു പ്രൈസിന് എല്ലാ ഫീച്ചേഴ്സ് അടങ്ങിയിട്ടുള്ള പവർഫുൾ വെഹിക്കിൾ തന്നെയാണത്. സോ ഇതും എന്തായാലും ഒരു വാല്യൂ ഫോർ മണി വെഹിക്കിൾ തന്നെയാണ്, അതെൻ്റെ വാക്കാണ്. പിന്നെ ഈ വണ്ടിക്ക് ഇനി പ്രൈസ് ഹൈക്ക് ഉണ്ടാവോ ഇല്ലയെന്ന് എനിക്കറിയില്ല. കാരണം ബജാജ് ഈ വണ്ടി ഇൻട്രൊഡ്യൂസ് ചെയ്ത സമയത്ത് ഇത്രയും ചെറിയ എമൗണ്ടിന് ഇറക്കിയപ്പോൾ തന്നെ ഇതൊരു ഇൻട്രൊഡ്യൂസിങ് ഓഫറാണ്, അതിനുശേഷം പ്രൈസ് കൂടും എന്നൊക്കെ പറയുന്നു. പ്രൈസ് എത്രത്തോളം കൂടും എങ്ങനെയാണെന്നൊന്നും എനിക്കൊരു ഐഡിയ ഇല്ല. പക്ഷേ ഈ ഒരു പ്രൈസിന് ഇത് വാല്യൂ ഫോർ മണി തന്നെയാണ്, ദ ബെസ്റ്റ് ഓപ്ഷൻ ഫോർ യു എന്ന് എനിക്ക് പറയാനുള്ളൂ. പിന്നെ ഇതിൻ്റെ സർവീസ് ഷെഡ്യൂളൊക്കെ വരുന്നത് ഫസ്റ്റ് സർവീസ് 750 കിലോമീറ്ററിലാണ്. പിന്നെ എല്ലാം 1 in 4,000 ആണ്. പിന്നെ സർവീസ് ചാർജ് എന്ന് പറയുന്നത് ഒരു 2,000-3,000 സർവീസിൻ്റെ എമൗണ്ട് വരുന്നത്. അത് വലിയൊരു കൂടുതലായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം ഒരു 400cc ബൈക്കിന് അത്ര ഒരു കൂടുതലായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യമാണ്, ഇതിൻ്റെ ടയേഴ്സ് 17 ഇഞ്ചിൻ്റെ MRF ടയേഴ്സാണ് ഇതിൽ സ്റ്റോക്ക് വന്നിട്ടുള്ളത്. എനിക്ക് ടയേഴ്സിൻ്റെ കാര്യത്തിൽ ഞാൻ അത്ര കോൺഫിഡൻ്റ് അല്ല. കാരണം കുറച്ചും കൂടി നല്ലൊരു ടയർ കൊടുക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. ഇനി അഥവാ നിങ്ങൾ ഈ വണ്ടി എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടയർ മാറ്റാനുള്ളൊരു ഓപ്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ആദ്യമേ നിങ്ങൾ ഈ ടയറൊന്ന് മാറ്റുക. കാരണം അത് കുറച്ചും കൂടി നിങ്ങൾക്കൊരു ബെറ്റർ കോൺഫിഡൻസ് റോഡിൽ കിട്ടും എന്ന് എനിക്ക് തോന്നി. കാരണം അത്രയും മോശമായൊരു ടയറാണ് ഈ വണ്ടിക്ക് കൊടുത്തിട്ടുള്ളത്. അത് ബ്രേക്കിങ്ങിലും നമുക്കത് ഫീൽ ചെയ്യും. ബ്രേക്സ് ആക്ച്വലി നല്ല രസമാണ്, നല്ല ബ്രേക്കാണ്. ഫ്രണ്ട് ആണെങ്കിലും റെയർ ബ്രേക്ക് ആണെങ്കിലും നല്ല രസമാണ്. പക്ഷേ ടയേഴ്സ് അത്ര ഒരു റെസ്പോൺസീവ് അല്ല. സോ ടയർ മാറ്റാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. എനിക്കറിയാം അതൊരു ആഡ് ഓൺ എക്സ്പെൻസ് ആണെന്നറിയാം. പക്ഷേ ടയർ മാറ്റാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി അത് ചേഞ്ച് ചെയ്യുക. അത് നിങ്ങൾക്കും അതിൻ്റെ ഒരു ചേഞ്ച് അല്ലെങ്കിൽ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് നിങ്ങൾക്ക് അതിൽ ഫീൽ ചെയ്യും. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ല ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ ഈ വണ്ടിയെ പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാനോ ചോദിക്കാനുണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. ഞാൻ എന്തായാലും റിപ്ലൈ തരുന്നതാണ്. സോ സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ. ബൈ.